ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ PSC എക്സാമുകളിൽ പൊതുവായി ചോദിച്ചു കണ്ടിട്ടുള്ള സമചതുരം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്നു കഴിഞ്ഞാൽ വിസ്തീർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? A² ആണ് അതിൻ്റെ ഫോർമുല. സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ A² വശം ഇൻറ്റു വശം ചെയ്താലാണ് നമുക്ക് വിസ്തീർണം കിട്ടുക. ചുറ്റളവ് അഥവാ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4 ഇൻറ്റു സൈഡ്, 4 ഇൻറ്റു വശത്തിൻ്റെ നീളം ചെയ്യുക. പിന്നെ വികർണത്തിൻ്റെ നീളം D ആണെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ½ ഇൻറ്റു D² ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. 4 ഇൻറ്റു A. പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ് ലെങ്ത് ആണ്. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ് എന്ത്? വശത്തിൻ്റെ നീളം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു A എന്ന് പറയുന്നത് 4 തന്നെയാണ്. അപ്പോൾ 4 ഇൻറ്റു 4 16 ആണ് അല്ലേ? 16 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ചുറ്റളവ് വരിക. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 52 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്രയായിരിക്കും? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സമചതുരത്തിൻ്റെ ചുറ്റളവ് ഉപയോഗിച്ച് വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കുക. അതിനുശേഷം വശത്തിൻ്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ വിസ്തീർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. A² എന്ന് പറയുന്ന ഫോർമുലയിൽ കൊടുത്താൽ മതി. ഇവിടെ 4A ആണ് 52. അപ്പോൾ A എങ്ങനെ കണ്ടുപിടിക്കാം? A എന്ന് പറയുന്നത് 52 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 52 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ. 13 സെൻറ്റിമീറ്റർ ആണ് വശത്തിൻ്റെ നീളം കിട്ടുക. സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് A² ആണ്. A ഇൻറ്റു A, വശത്തിൻ്റെ നീളം ഇൻറ്റു വശത്തിൻ്റെ നീളം ചെയ്യുക. അപ്പോൾ 13 ആണ് നമുക്ക് സൈഡ് ലെങ്ത്ത്, അതായത് സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത്ത് കിട്ടിയത്. അപ്പോൾ 13 ഇൻറ്റു 13 169 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ത്? സമചതുരത്തിൻ്റെ വിസ്തീർണം കിട്ടുക. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്ര? അല്ലേ, സമചതുരത്തിൻ്റെ ഡയഗണൽ ലെങ്ത് D ആണെങ്കിൽ വിസ്തീർണം അഥവാ ഏരിയ ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല D²/2 ആണ്. വികർണത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗം കണ്ടുപിടിക്കുക. സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഡയഗണൽ എത്രയാണ്? 10 ആണ്. അപ്പോൾ 10ൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ 10² അല്ലേ? അപ്പോൾ 10²നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. 10² എത്രയാണ്? 100 ആണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 100നെ 2 വെച്ച് ഹരിക്കുക. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 50. 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ത്? 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കിട്ടുക. ഈ ചോദ്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. 5 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്